സൂപ്പർ കൺമണി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയോട് ദേവജി ഡിസൈൻ കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ദേവജി മാനസയുടെ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മാനസ ഒന്നും പറയാൻ പറ്റാതെ നിന്ന് പതറുകയാണ്. അപ്പോൾ ദേവജി മാനസയോട് ചോദിക്കുന്നു, എന്താ മാനസി നീ പതറുന്ന, എന്താ നിനക്കൊരു ആൻസറും ഇല്ലേ, പറയാൻ എന്താ വെള്ളം ദാഹിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ മാനസ പറഞ്ഞില്ല, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അതൊക്കെ എസ്കേപ്പ് ആവുകയാണ്. കൃഷിന് മനസ്സിലാവുന്നുണ്ട് മാനസ എങ്ങോട്ടാണ് പോയതെന്ന്. പക്ഷേ സാഗർ വിചാരിക്കുന്നു ദേവിജി വന്നത് ഇഷ്ടമാകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചോദ്യത്തിന് മറുപടി പറയാതെ മനഃപൂർവ്വം ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ള ദേഷ്യമാണ് സാഗറിനുള്ളത്. എന്നിട്ട് മാനസ നേരെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ സാഗർ നല്ല കണക്കിന് മാനസയ്ക്ക് വഴക്ക് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ മാനസ കരയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന സുജിയും ആൻറ്റിയമ്മയും മാനസയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. സാഗർ കൃഷിനോട് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും മാനസയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പെരുമാറ്റം ഉണ്ടായാൽ ഞാൻ അവളെ അലികയിൽ നിന്നും പറഞ്ഞു വിടും എന്ന്. മാനസയെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ കൃഷി മറഞ്ഞു നിന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടും കേട്ടു നിന്ന കൃഷി ആരും കാണാതെ ചിരിക്കുകയും സന്തോഷിക്കുകയാണ് ചെയ്തത്. മാനസ ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ടാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് കൃഷിനറിയാം. എന്നെങ്കിലും അച്ഛൻ മാനസയ്ക്ക് വെറുക്കണമെന്ന് കൃഷി അധികമായി ആഗ്രഹിച്ചിരുന്നു. സാഗറിൻ്റെ അടുത്ത് സുജി വന്ന് പറയുകയാണ്, മാനസ പാവമാണ്, ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ആ കൊച്ചറിയാതെ ചെയ്തതല്ലേ എന്ന്. അപ്പോൾ സാഗർ നല്ല ദേഷ്യത്തിൽ പറയുകയാണ്, ഇനി എന്തെങ്കിലും ദേവിജിയോട് അവൾ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ അവളെ അലികയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. ആദ്യമ്മ ആരും കേൾക്കാതെ മാനസയോട് പറയുന്നു, അല്ലെങ്കിൽ തന്നെ നീ ഈ വീട്ടിൽ വരേണ്ട മരുമകളാണ്. അങ്ങനെയുള്ള നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ വീട്ടിലുള്ളവർക്ക് പൊറുക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് അലികയുമായി ബന്ധപ്പെട്ട് എന്ത് തെറ്റ് ചെയ്താലും സാഗറിന് ഒട്ടും പൊറുക്കാൻ കഴിയില്ല. ഭാവിയിൽ ഇത് നിൻ്റെയും കൂടി മുതലാണ്. ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മാനസ കരച്ചിൽ നിർത്താതെ കരയുകയാണ്. കാണുമ്പോൾ കൃഷി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിന് മാനസയോട് ഭയങ്കര ദേഷ്യമാണ്. എന്ന് വെച്ചാൽ മാനസയെ കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല. എന്നിട്ടും അവൾ ബാക്കിൽ കൂടി നടന്ന് ബന്ധിച്ചിട്ടാണ് മാനസ കൃഷിനെ വിവാഹം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷേ കൃഷിനാണെങ്കിൽ പാവം ആ കുട്ടിയെ കൺമണിയെ ചതിച്ചതിൻ്റെ ദേഷ്യമെല്ലാം മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് മാനസയോട്. മാനസയ്ക്ക് ഡിസൈൻ കൊടുത്തത് കൺമണിയാണെന്ന് കൃഷി മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് കൺമണിയുടെ ഫോണിൽ ഒരുപാട് തവണ കൃഷി വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൺമണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വരുണാണ്. കൺമണി തൻ്റെ ഭാര്യയാണെന്നുള്ള ബോധ്യം കൃഷിനുണ്ട്. ഭയങ്കര സങ്കടവുമുണ്ട്. ഇപ്പോൾ കൺമണിയെ വരുൺ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ കൃഷിൻ്റെ ഫോൺ കോൾ കൺമണിയുടെ ഫോണിലേക്ക് വരികയാണ്. ഇത് കാണുന്ന വരുണ് നല്ല ദേഷ്യമാണ് വരുന്നത്. ഫോൺ കൺമണി എടുക്കാൻ പോകുമ്പോൾ വരുണ് നല്ല ദേഷ്യം വരികയാണ്. എന്തിനാ നീ അയാളെ കണ്ട് പേടിക്കുന്നത്, അത് നിൻ്റെ സാറല്ലേ, അല്ലാതെ നിൻ്റെ ഭർത്താവൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് വരുൺ നല്ല ദേഷ്യത്തിൽ കൺമണിയോട് പറയുന്നു. കൺമണി വരുൺ പറയുന്നത് കേട്ട് അന്തം വിട്ട് വരുണിനെ നോക്കിയിരിക്കുകയാണ് കൺമണി. എന്തോ ഇയാൾ ഇനി വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പേടിച്ച് കൺമണി വരുണിനെ നോക്കിയിരിക്കുന്ന ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത്. അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്ന, ആരും മിസ് ചെയ്യില്ല. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.